Hi everyone, I am Adira. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സ്നെഡക്കേഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ സ്നെഡക്കർ ആണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്തത്. അതിന് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ഫിഷറിന് ആദരസൂചകമായിട്ടാണ്. Then F statistic എന്താ പറയാം, if U and V are independently distributed with chi-square distribution with n1 and n2 degrees of freedom. അപ്പോൾ chi-square distribution നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റിൻ്റെ സ്ക്വയർ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും chi-square distribution. അപ്പോൾ യുവും വിയും chi-square distribution ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ് രണ്ടും. Then അവരുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് n1 and n2 ആണ്. Then f is equal to u by n1 divided by v by n2 follows f distribution with n1 n2 degrees of freedom. അപ്പോൾ എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് രണ്ട് chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ റേഷ്യോ ആണ്. ഒരു chi-square വാരിയേറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓൾ ഡിവൈഡ് ബൈ അടുത്ത chi-square വാരിയേറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് രണ്ട് chi-square വാരിയേറ്റിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ആയിരിക്കും. അപ്പോൾ എഫ് n1, n2 ആയിരിക്കും. ഇനി നമ്മൾ വി ആണ് മുകളിൽ എടുക്കുന്നത് വെച്ചാൽ എന്ത് വരും, എഫ് ഇസ് ഈക്വൽ ടു വി ബൈ n2 ബൈ യു ബൈ n1 വരും. അപ്പോൾ അത് ഫോളോ ചെയ്യുക എഫ് വിത്ത് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിനോമിനേറ്ററിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അങ്ങനെയാണ് അത് വരുന്നത്. Then definition of F distribution. A continuous random variable f assuming values from 0 to infinity and having the PDF given by f of f is equal to n1 raised to n1 by 2, n2 raised to n2 by 2 all divided by beta n1 by 2, n2 by 2 into f raised to n1 by 2 minus 1 all divided by n1f plus n2 all raised to n1 plus n2 by 2, 0 less than or equal to f less than or equal to infinity. അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ വാല്യൂ എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് എഫ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ചും 0 to ഇൻഫിനിറ്റി ആയിരിക്കും. ദെൻ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് n1 raised to n1 by 2, n2 raised to n2 by 2 divided by beta ഓഫ് അതൊരു ഫംഗ്ഷൻ ആണ് ബീറ്റ n1 by 2, n2 by 2 into f raised to n1 by 2 minus 1 divided by n1f plus n2 raised to n1 plus n2 by 2. നോക്കാം, ബീറ്റ n1 by 2 n2 by 2 എന്ന് പറയുന്നത് ബീറ്റ mn എന്ന് പറയുന്നത് ഗാമ m ഇൻറ്റു ഗാമ n ഡിവൈഡ് ബൈ ഗാമ m പ്ലസ് n ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇപ്പോൾ ഈ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എഫ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ എഫ് ഈസ് സെറ്റ് ടു ഫോളോ എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. If f follows f with n1 n2 degrees of freedom, then 1 by f is equal to v by n2 by u by n1 will follow f with n2 n1 degrees of freedom. അപ്പോൾ എഫും 1 by എഫും എഫ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക് ഫോളോയിങ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും പറയുകയാണ്, ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന് എക്സാമ്പിൾ പറയുകയാണ്. n1s സ്ക്വയർ n2s സ്ക്വയർ ഒക്കെ chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുക. n1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1 ഡിവൈഡ് ബൈ n2 s2 സ്ക്വയർ ബൈ n2 മൈനസ് 1 എന്ന് പറയുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 മൈനസ് 1 n2 മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും ഫോളോ ചെയ്യുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? മീൻ ഇ ഓഫ് എസ് ഈക്വൽ ടു n2 by n2 മൈനസ് 1. അപ്പോൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് n2 by n2 മൈനസ് 2 ആണ്. അത് എപ്പോഴാണ് n2 ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ താഴെ 0 പോകുമല്ലോ. അപ്പോൾ n2 ഗ്രേറ്റർ ദാൻ 2 ആവുന്ന കേസിൽ മാത്രമേ മീൻ ഉണ്ടാവുള്ളൂ. ദെൻ വാരിയൻസ് വി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 2n2 സ്ക്വയർ ഇൻറ്റു n1 പ്ലസ് n2
plus 2 divided by n1 into n2 minus 2 square into n2 minus 4, where n2 greater than or equal to 4. Variance n2 greater than or equal to 4 ആവുമ്പോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. Then the distribution of f is independent of population variance. f ന്റെ ഡിസ്ട്രിബ്യൂഷൻ പോപ്പുലേഷൻ വാരിയൻസിന് ഇൻഡിപെൻഡൻ്റ് ആണ്. പോപ്പുലേഷൻ വാരിയൻസിന് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമ്മളത് ടെസ്റ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യും. പോപ്പുലേഷൻ വാരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ മൈനസ് ആണ് കേട്ടോ, മൈനസ് ബേക്കിലെ വരെയും അതും കൂടെ ജോയിൻ്റ് ചെയ്താണ്. അപ്പോൾ n1 പ്ലസ് n2 മൈനസ് 2 ആണ് അവിടെ. ദെൻ അടുത്തത് the f curve depends only on n1 and n2. It is non-symmetric positively skewed curve. n1 n2നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കർവാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ. അത് നോൺ സിമെട്രിക് ആണ്, അത് സിമെട്രിക്കൽ കർവ് അല്ല, സ്ക്യൂഡ് കർവാണ്, പോസിറ്റീവ്ലി സ്ക്യൂഡ്, അത് പോസിറ്റീവ് സൈഡിലേക്ക് കൂടുതലായിട്ട് ഏരിയ വരുന്ന കർവാണ്. ആസ് n1 or n2 increases, the curve tend to become more and more symmetrical. n1 n2 കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സിമെട്രിയിലേക്ക് അത് അടുത്ത് വരും. then അടുത്തത് if f follows n1 n2, ഇത് നമ്മൾ പറഞ്ഞു റെസിപ്രോക്കൽ പ്രോപ്പർട്ടി എന്നാണ് ഇതിന് പറയുക. എഫ് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ 1/f എന്ന് പറയുന്നത് എഫ് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അതാണ് റെസിപ്രോക്കൽ പ്രോപ്പർട്ടി ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. then 6, it is also called variance ratio distribution. എഫ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വാരിയൻസ് റേഷ്യോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കൂടെ പറയും, because it is based on the ratio of variance. then application of F distribution to test the equality of two normal population variances. F distribution രണ്ട് population varianceന്റെ equality check ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. then to test the equality of three or more population means ന്റെ ഇക്വാലിറ്റി ചെക്ക് ചെയ്യാനും എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. അത് നമ്മൾ അനോവ ചെയ്യുന്ന സമയത്ത് അനാലിസിസ് ഓഫ് വാരിയൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി, കൈ സ്ക്വയർ ആൻഡ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. ടി 3 ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചു, ടി, എഫ്, കൈ സ്ക്വയർ. ഈ 3 തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. The square of t variate with n degrees of freedom is f1n. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷനിലെ ഒരു ടി വാരിയേറ്റിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കിട്ടുക. ടി വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എഫ് വിത്ത് 1n ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യം റാൻഡം സാമ്പിൾ എടുക്കുക. ലെറ്റ് x1 x2 etc. xn be a random sample drawn from n mu sigma. Then x bar is equal to 1 by n sigma I is equal to 1 to n xi, comma x square is equal to 1 by n sigma I is equal to 1 to n xi minus x bar whole square. We know that z is equal to x bar minus mu by sigma by root n. ഇതെന്തായിരിക്കും? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുക. സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ ആണ്. n01 ആയിരിക്കും. ദെൻ y ഈസ് ഈക്വൽ ടു ns സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുക. കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അങ്ങനെയാണെന്ന് നമ്മൾ ടി ഡിഫൈൻ ചെയ്യുകയാണ് z ബൈ റൂട്ട് y ബൈ n. അപ്പോൾ y ബൈ n-1 ആണ് ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ y ബൈ n-1 എടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? x bar minus mu by sigma by root n divided by ns square by sigma square divided by n minus 1. ഇതെന്ന് പറയുന്നത് t n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഫോളോ ചെയ്യുക ബൈ ഡെഫിനിഷൻ ഓഫ് ടി സ്റ്റാറ്റിസ്റ്റിക്. ഇനി അതിൻ്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ നോക്കുക, ഇവിടെ സ്റ്റാൻഡേർഡ് നോർമലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ സ്ക്വയർ കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിവൈഡ് ബൈ 1 എന്ന് എഴുതാലോ, പ്രശ്നമൊന്നുമില്ല. ഇനി താഴത്തത് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ കൈ സ്ക്വയർ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ് ഡിവൈഡ് ബൈ n-1. അപ്പോൾ രണ്ട് കൈ സ്ക്വയറിൻ്റെ റേഷ്യോ ആണത്. അപ്പോൾ അത് എഫ് ആയിരിക്കും ഫോളോ ചെയ്യാം.
follows F distribution. ഇനി മുകളിലത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണ്, താഴത്തെ n-1 ആണ്. അപ്പോൾ F1. നോക്കുക, നമ്മൾ T വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എടുത്തത്. അത് സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് F വിത്ത് 1 n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. അപ്പോൾ നമുക്ക് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എടുത്തത് വെച്ചാൽ ഇവിടെ 1 n കിട്ടുമായിരുന്നു. The square of T variate with n-1 degrees of freedom is F1 n-1. Therefore, the square of T variate with n degrees of freedom is F1n. Then അടുത്ത F and chi-square ratio. F is the ratio of two chi-square. F ഉം chi-square തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഡെഫിനിഷൻ തന്നെ അറിയാം. F രണ്ട് chi-square റാൻഡം വേരിയബിളിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ F n1 minus 1 n2 minus 1 is equal to n1 s1 square by n1 minus 1 n2 s2 square by n2 minus 1. നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റാറ്റിസ്റ്റിക് ഫോളോയിങ് F distribution, which is equal to n1 s square by sigma square divided by n1 minus 1 n2 s2 square by sigma square divided by n2 minus 1. ഇത് ഫോളോ ചെയ്യുക chi-square distribution ആണ്, ഇത് ഫോളോ ചെയ്യുക chi-square distribution ആണ്. chi-square n1 minus 1 divided by n1 minus 1 all divided by chi-square n2 minus 1 divided by n2 minus 1. രണ്ട് chi-square റേഷ്യോ ആണ് F. ടിയും എഫും തമ്മിലുള്ള റിലേഷനും കിട്ടി, ടിയും എഫും chi-square തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇനി ടിയും chi-square തമ്മിലുള്ള റിലേഷൻ എന്താ? സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് chi-square ആണ് ടി. ഓക്കെ, then square of T ആണ് F. F എന്ന് പറയുന്ന റേഷ്യോ ഓഫ് ടു chi-square ആണ്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത്രയാണ് ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.